ആചാരലംഘനങ്ങളുടെ ശബരിമല 2016 ശബരിമലയിൽ നടന്ന ദേവപ്രശ്നത്തിന്റെ വിധിപ്പകർപ്പുകൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. 2016 തന്നെ നടത്തിയ ദേവപ്രശ്ന ചാർത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അതുമായി ബന്ധപ്പെട്ട് ഭരണത്തിലിരിക്കുന്നവർക്ക് കാരാഗ്രഹവാസം, മാനനഷ്ടം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഈ പേജുകൾ മാത്രമാണ് മുൻനിര മാധ്യമങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടത്. എങ്കിൽ ഈ പല പേജുകളായി വരുന്ന 100-ലധികം പേജുകളായി വരുന്ന ഈ ദേവപ്രശ്ന ചാർത്തിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, നിലപാട് തറയ്ക്ക് ക്ഷതം സംഭവിച്ചിരിക്കുന്നു. മണിമണ്ഡപം അതിൻ്റെ അളവിലോ വീതിയിലോ ഒന്നും മാറ്റം വരുത്താൻ പാടില്ല, അത് അതേപടി തന്നെ സൂക്ഷിക്കണം തുടങ്ങി. അതുപോലെ ദേവന് സമർപ്പിക്കുന്ന പ്രസാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കേണ്ടതുണ്ട്. ക്വാളിറ്റി ഇല്ല എന്ന തരത്തിൽ, അതിനാൽ ദേവഹിതം, അതാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ കൊണ്ട് വേണം ദേവന് സമർപ്പിക്കുന്ന പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്നുള്ള തരത്തിലൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ദേവപ്രശ്ന വിധിച്ചാർത്തിൽ പറയുന്നുണ്ട്. അത് മാത്രവുമല്ലാതെ മൂടപ്പെട്ട ഭസ്മക്കുളം വീണ്ടും തുറക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ശബരിമലയുടെ വികസനത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങൾ ഏറ്റെടുത്തപ്പോൾ ആചാരപരമായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭസ്മക്കുളവും നാഗരികാവും അടക്കമുള്ള സ്ഥലങ്ങൾ അത് മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജ്യോതിഷ പണ്ഡിതരുമായി സംസാരിച്ചപ്പോൾ അവിടെ പുതിയതായി അവസാനമായി പണിതീർത്ത നവഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ആ ശ്രീകോവിൽ പുതിയ ഇടത്തിലാണ് പണിതിരിക്കുന്നത്. അതിന്റെ സ്ഥാനത്തല്ല. ആ സ്ഥാനവുമായി ബന്ധപ്പെട്ട് തർക്കവിതർക്കങ്ങളുണ്ട്. ദേവസ്വം ബോർഡ് യാതൊരു വിധമായ ആചാരങ്ങളും നോക്കാതെയാണ് ആചാര പെരുമയുള്ള ഈ ശബരിമലയിൽ ഇത്തരത്തിലൊന്ന് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ശബരിമലയിൽ നടന്ന ഒരു ആചാര ലംഘനത്തിന്റെ കഥയാണ്. ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിൽ കഴിയുന്ന കണ്ഠരര് രാജീവർ എന്ന ശബരിമലയിലെ തന്ത്രിയാണ്. അത് ആചാര ലംഘനം എന്താണ് എന്ന് ചോദിച്ചാൽ, ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ശ്രീകോവിലായ, അല്ലെങ്കിൽ ഭഗവതി സങ്കല്പത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള മാളികപ്പുറവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 2016 ഞാൻ നേരത്തെ പറഞ്ഞ ദേവപ്രശ്നം നടക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, അവിടെ 2016 അവിടെ നടത്തിയ എഴുന്നള്ളിപ്പിൽ, അതായത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഈ പറയപ്പെടുന്ന ശരംകുത്തിയിലേക്ക് നടക്കുന്ന എഴുന്നള്ളിപ്പ് സാധാരണഗതിയിൽ ആനപ്പുറത്താണ് ആ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ആ എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് ആന വിരണ്ടോടുകയും അതിനെ തുടർന്ന് ദേവഹിതമറിയാൻ വേണ്ടി നടത്തിയ ദേവപ്രശ്നവുമായിരുന്നു. പിന്നീട് ശബരിമലയിൽ ഇത്ര ആനപ്പുറത്തൊരു എഴുന്നള്ളിപ്പ് വേണ്ട എന്ന ഹൈക്കോടതിയുടെ വിധി വരുന്നു. അപ്പോൾ എങ്ങനെ ഈ എഴുന്നള്ളിക്കും എന്ന ചർച്ചയിലാണ് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജയ് തറയിൽ മാളികപ്പുറം ക്ഷേത്രത്തിൽ ഒരു ജീവത സമർപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. ആ ജീവത എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഓണാട്ടുകര പോലെയുള്ള സ്ഥലങ്ങളിൽ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ജീവത. 2 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ചേർന്ന് തോളിലേറ്റി ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ നാട് കാണാൻ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഈ പറയപ്പെടുന്ന ജീവത എന്ന് പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും, പണ്ട് CPM-ന്റെ സംസ്ഥാന വേദിയിലേക്ക് CPM-ന്റെ കൊടി തുന്നിച്ചേർത്ത ജീവിതം എഴുന്നള്ളിച്ചതൊക്കെ വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു. ഈ ഓണാട്ടുകരയിലെയും മധ്യ തിരുവിതാംകൂറിലെയും ജനങ്ങൾ വളരെ ആരാധനയോടുകൂടി ഭക്തി പുരസ്സരം തൊഴുന്ന ഒന്നാണ്, ഭഗവാന്റെ വാഹനമായി കണക്കാക്കുന്ന ഒന്നാണ് ജീവത എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആചാരലംഘനം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ജീവിത എഴുന്നള്ളിപ്പിന് വേണ്ടി ആവശ്യമായ അനുവാദം നൽകേണ്ടത് ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ്. അന്ന് തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരുടെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് ഈ പറയപ്പെടുന്ന ശരംകുത്തിയിലേക്ക് മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട് ഈ ജീവിത എഴുന്നള്ളിപ്പിന് അനുവാദം കൊടുക്കുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ ശബരിമലയിലെ ആചാരങ്ങളുമായി അവിടുത്തെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രി, അതായത് അവിടുത്തെ ദേവന്റെ പിതാവ് എന്ന സങ്കല്പത്തിലിരിക്കുന്ന തന്ത്രിക്കോ യാതൊന്നും അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ നിന്നും പുറത്തു വരുന്ന യഥാർത്ഥ സത്യമെന്ന്. കാരണം എന്നാൽ, ഈ മാളികപ്പുറത്തു നിന്ന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിക്കുന്നത് മാളികപ്പുറത്തമ്മയാണ്. അന്നത്തെ മാധ്യമങ്ങളുടെ വാർത്തകൾ നമ്മുടെ പക്കലുണ്ട്. ആ വാർത്തകളിൽ മീഡിയ 1-ഉം ഏഷ്യാനെറ്റും അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്, മാളികപ്പുറത്തമ്മയെ ഇനി എഴുന്നള്ളിക്കുക ആനപ്പുറത്തല്ല, ജീവതയിലാണ്. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവർ അനുവാദം നൽകി. അജയ് തറയിൽ അവിടെ ജീവത സമർപ്പിച്ചു. വലിയ ആഘോഷത്തോടെ, ഘോഷയാത്രയോടു കൂടിയാണ് ഈ ജീവത ഈ പറയപ്പെടുന്ന സന്നിധാനത്ത് കുടികൊള്ളുന്ന മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് മുന്നിൽ സമർപ്പിച്ചത്. ആ സമർപ്പണ സമയത്ത് അജയ് തറയിലും തന്ത്രി കണ്ഠരര് രാജീവരും അടക്കം ഇതിന് സാക്ഷ്യം വഹിക്കുന്നതും അതിന്റെ ചിത്രങ്ങൾ കൈമാറുന്നതുമൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ
ഒരിക്കൽ പോലും മാളികപ്പുറത്തമ്മയെ ഈ ജീവിതയിൽ എഴുന്നള്ളിച്ചൊരു ദൃശ്യങ്ങൾ, ഒരു ഫോട്ടോ പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം അങ്ങനെ ഒരു എഴുന്നള്ളിപ്പ് അവിടെ നടന്നിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഈ മാളികപ്പുറത്തമ്മയെ അല്ല ശരംകുത്തിയിലേക്ക് ശബരിമലയിൽ എഴുന്നള്ളിക്കുന്നത്. ആചാരങ്ങളുടെ അടിസ്ഥാനം പോലും അറിയാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ശബരിമലയിൽ ഭരണം നടത്തിയിരുന്നത്, അവിടെ തന്ത്രം ചെയ്തിരുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് വിശ്വാസി മനസ്സുകളുടെ നെഞ്ച് നീറുന്നത്. കാരണം മണിമണ്ഡപത്തിലേക്ക് എത്തിക്കുന്ന, പന്തളത്തു നിന്ന് എത്തിക്കുന്ന തിരുവാഭരണ പെട്ടികളിൽ ഭഗവാന്റെ കൊമ്പൻ മീശയോട് കൂടിയ പന്തള രാജകുമാരനായ അയ്യപ്പന്റെ തിടമ്പുണ്ട്. ഈ തിടമ്പാണ് ആനപ്പുറത്തേറ്റി ഈ പറയപ്പെടുന്ന ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ മലയാളികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് പന്തളം രാജകുമാരനായ അയ്യപ്പനെ കാണാനാണ്. അയ്യപ്പന്റെ ജീവസമാധിയാണ് ശബരിമലയിലെ മണിമണ്ഡപം എന്ന് പറയുന്നത്. പക്ഷേ ഈ തന്ത്രി, ഇപ്പോൾ അറസ്റ്റിലാക്കപ്പെട്ട തന്ത്രി, ഒരിക്കൽ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അയ്യപ്പൻ വന്നപ്പോൾ ഇരുന്നിട്ട് പോയൊരു സ്ഥലം അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ക്ഷേത്ര സമുച്ചയങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പവർഫുള്ളായി കാണപ്പെടുന്നത് സമാധികളുള്ള, അതും പ്രത്യേകിച്ച് ജീവസമാധികളുള്ള ക്ഷേത്ര സന്നിധാനങ്ങളാണ് എപ്പോഴും ഏറ്റവും പവർഫുള്ളായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ശബരിമലയിലെ ജീവസമാധി എന്ന് പറയുന്നത് പന്തളം രാജകുമാരനായ അയ്യപ്പൻ്റെതാണ്. അയ്യപ്പന് മുമ്പ് ഒട്ടനവധി പുണ്യാത്മാക്കൾ ഈ പറയപ്പെടുന്ന ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അയ്യപ്പന്റെ കാലഘട്ടത്തിന് മുമ്പേ ശബരിമലയിൽ ശാസ്താവിന്റെ പ്രതിഷ്ഠയും ഭഗവതിയുടെ പ്രതിഷ്ഠയും ഉണ്ട്. അതൊരു കാനന ക്ഷേത്രമായിരുന്നു. അതൊരു നമ്മൾ ചരിത്രത്തിലൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ആദിവാസി സമൂഹം അടക്കം പൂജ ചെയ്തിരുന്ന, പിന്നീട് ബ്രാഹ്മണ്യത്തിലേക്ക് ബ്രാഹ്മണന്മാർ പൂജ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് വന്നൊരു ക്ഷേത്രമാണ് ശബരിമല. അതിൽ ആർക്കും യാതൊരു വിധമായ തർക്കവുമില്ല. ഈ തന്ത്രി കുടുംബത്തിനൊഴിച്ച് മറ്റാർക്കും അത്തരത്തിലൊരു തർക്കവുമില്ല. അയ്യപ്പൻ അവിടെ എത്തിയതിനു ശേഷമാണ്, അയ്യപ്പൻ അവിടെ യോഗ സമാധിയിലിരിക്കുന്നു, പിന്നീട് അത് ജീവസമാധിയായി മാറുന്നു. അയ്യപ്പന്റെ ചൈതന്യം ശബരിമല ശാസ്താവിലേക്ക് ലയിച്ചു. ഇതാണ് പന്തളം കുടുംബം അടക്കം, പന്തളം രാജകുടുംബവും വിശ്വാസികളും അടക്കം പറയുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ പടിത്തരം കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ നായാട്ട് വിളിയിൽ കൃത്യമായ അതിന്റെ ചരിത്രം പറയുന്നുണ്ട്, അവിടുത്തെ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുമുണ്ട്. ശബരിമലയിലെ വിശ്വാസങ്ങളെ അടുത്തു നിന്ന് വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനമുള്ള, കൃത്യമായ അറിവുള്ള എല്ലാവർക്കും അറിയാം, നായാട്ട് വിളിയിലെ ഓരോ വാചകങ്ങളും എടുത്തു പറയപ്പെടാവുന്ന ഒന്ന് തന്നെയാണ്. ശബരിമലയിലെ ഓരോ വിശ്വാസങ്ങളും ഓരോ ആചാരങ്ങളും ഓരോ കുടുംബങ്ങളായി തിരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ റാന്നിയിലുള്ള കുന്നക്കാട്ട് കുടുംബം, അതായത് കുറുപ്പന്മാരുടെ കുടുംബമാണ്. ഇവർക്കാണ് ഈ മണിമണ്ഡപത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കളം എഴുതുന്നതിനും ഇത്തരത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെയുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. ഇന്നും കുന്നക്കാട്ട് കുടുംബത്തിലെ പിൻതലമുറക്കാരാണ് അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ ഗുരുതി അടക്കമുള്ള ആചാരങ്ങൾ ചെയ്തു പോരുന്നത്. അപ്പോൾ ശബരിമലയിൽ നിന്ന് പന്തളത്ത് നിന്ന് സന്നിധാനത്തേക്ക് എത്തിക്കുന്ന 3 പെട്ടികൾ, അതിൽ ഒരു പെട്ടി മാത്രമാണ്, തിരുവാഭരണം അടങ്ങിയ ഒരു പെട്ടി മാത്രമാണ് സന്നിധാനത്തെ ശാസ്താവിന്റെ ശ്രീകോവിലേക്ക് പോകുന്നത്. മറ്റു 2 പെട്ടികൾ, കൊടിക്കൂറകളും ഉടവാളും ഒക്കെ അടങ്ങുന്ന മറ്റു 2 പെട്ടികൾ ഈ പറയപ്പെടുന്ന മാളികപ്പുറത്തേക്കാണ് പോകുന്നത്. മാളികപ്പുറത്ത് അത് സൂക്ഷിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. പന്തളം രാജാവിന് അവിടെ വിശ്രമിക്കാനുള്ള കൊട്ടാരമുണ്ട്. ആ ഓരോ ആവശ്യങ്ങൾക്കായി, ഓരോ ചടങ്ങുകളുടെ ഭാഗമായി ഈ പറയപ്പെടുന്ന പെട്ടികളിൽ നിന്ന് ആവശ്യമായ വസ്തുക്കൾ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പന്തളത്ത് നിന്ന് കൊണ്ടുവരുന്ന ഈ തിരുവാഭരണ പെട്ടിയിലെ കൊമ്പൻ മീശയോട് കൂടിയ പന്തളം രാജകുമാരനായ അയ്യപ്പന്റെ ജീവത, അതിനൊപ്പം എഴുന്നള്ളിക്കാനുള്ള 2 മലകളെ പ്രതികരിച്ചുള്ള കൊടിക്കൂറകൾ, ഉടവാൾ, പരിച ഒക്കെയായിട്ടാണ് ഇത് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ഇതുപോലും മനസ്സിലാക്കാത്തൊരു തന്ത്രി അനുവാദം കൊടുത്തിരിക്കുന്ന അത്രയും മാളികപ്പുറത്തമ്മയെ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിക്കാൻ. പണ്ട് ഏതോ ഒരു സിനിമയിൽ ഒരു തിരക്കഥാകൃത്ത് എഴുതി വെച്ചതാണ്, മാളികപ്പുറത്തമ്മ ഭഗവാൻ അയ്യപ്പനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയും അയ്യപ്പൻ മാളികപ്പുറത്തമ്മയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഈ സന്നിധാനത്തേക്ക് കന്നി അയ്യപ്പന്മാർ വരാത്തൊരു വർഷമുണ്ടെങ്കിൽ ആ വർഷം ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം, മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് അയ്യപ്പൻ വാക്ക് കൊടുത്തുവെന്നും, എല്ലാ വർഷവും കന്യയ്യപ്പന്മാർ വരുമെന്നും ഈ കന്യയ്യപ്പന്മാർ ശരംകുത്തിയിൽ കൊണ്ടുവന്ന് ശരം കൊത്തുമെന്നും, മാളികപ്പുറത്തമ്മ ഈ പറയപ്പെടുന്ന പ്രത്യേക ദിവസം, മകരവിളക്ക് ഉത്സവത്തിന്റെ ഒരു പ്രത്യേക ദിവസം ആനപ്പുറത്ത് എഴുന്നള്ളി ശരംകുത്തിയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ശരം കാണുമെന്നും, അപ്പോൾ കന്യയ്യപ്പൻ വന്നുവെന്നും, അതുകൊണ്ട് എൻ്റെ വിവാഹം നടക്കില്ല എന്ന സങ്കടത്തോടു കൂടി വാദ്യഘോഷങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങിപ്പോകും. ഇതാണ് ഒരു സിനിമാക്കാരൻ എഴുതി വെച്ച ഒരു കഥയാണ് ഈ പറയപ്പെടുന്ന അവിടുത്തെ തന്ത്രം നടത്തുന്ന, അവിടുത്തെ ദേവന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന തന്ത്രി വിശ്വസിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ആചാരലംഘനത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാളികപ്പുറത്തടക്കം തന്ത്രം ചെയ്യുന്നത് ഈ തന്ത്രിയുടെ കുടുംബമാണ്. അപ്പോൾ അവിടെ വരുന്ന മേൽശാന്തിക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്ന മൂലമന്ത്രം എന്താണെന്നാണ് മറ്റൊരു സംശയമായി നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നത്. ഈ 2016 സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആന ഇടഞ്ഞതിന് ശേഷം ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് വേണ്ട എന്ന് ഹൈക്കോടതി വിധി വരുന്നു. അപ്പോൾ എങ്ങനെ എഴുന്നള്ളിക്കുമെന്ന ചോദ്യം വരുന്നു. അപ്പോഴേക്ക് അജയത്തറയിൽ അവിടെ ഒരു അദ്ദേഹത്തിന് അറിവില്ലായ്മ ഉണ്ടാകാം, അവിടെ ഒരു ജീവത സമർപ്പിക്കാൻ മുന്നോട്ട് വരുന്നു. തന്ത്രി അനുവാദം കൊടുക്കുന്നു, ജീവത കൊണ്ടുവരുന്നു, ജീവത സമർപ്പിക്കപ്പെടുന്നു. പിന്നീട് നടക്കുന്നതാണ് ട്വിസ്റ്റ്. പിന്നീട് ഈ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് സമയത്ത്
കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദഗ്ധന്മാർ, ശബരിമലയുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളടക്കം, അവിടുത്തെ കുന്നക്കാട് കുറുപ്പന്മാരടക്കം, അവിടുത്തെ മറ്റ് ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ജീവനക്കാരടക്കം അന്നത്തെ കഥകൾ ചോദിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അന്ന് ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിൽ അജയ് തറയലിനെയൊക്കെ കൂടാതെ രാഘവൻ എന്ന് പറയുന്ന ഒരു CPM പ്രതിനിധിയുണ്ട്. ബോംബ് രാഘവൻ എന്നാണ് അദ്ദേഹത്തെ പുറത്തറിയപ്പെടുന്നത്. ഈ രാഘവൻ അടക്കം അന്ന് അവിടെ ചെന്ന് ചോദിച്ചു അത്രേ, അതായത് മാളികപ്പുറം മേൽശാന്തിയോട് ചോദിച്ചു അത്രേ, എഴുന്നള്ളിപ്പ് നടത്തണ്ടേ ജീവിതപ്പുറത്ത്? അപ്പോൾ അവിടുത്തെ ആചാരങ്ങളുമായി നിൽക്കുന്ന ആളുകൾ അതിനെ കൃത്യമായി എതിർപ്പറിയിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും, എന്നാൽ കണ്ഠരര് രാജീവര് വേണ്ട, ഈ ജീവിതത്തിൽ തന്നെ എഴുന്നള്ളിപ്പ് നടത്തിയാൽ മതി എന്ന് പറയുകയും, ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിച്ചപ്പോൾ എന്താണോ അവിടെ നടന്നു വന്നിരുന്ന ആചാരം, ആ ആചാരം പിന്തുടരാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവസാനം 2 ബ്രാഹ്മണന്മാർ ഈ പറയപ്പെടുന്ന പന്തളത്ത് നിന്ന് കൊണ്ടുവരുന്ന കൊമ്പൻ വീശിയോട് കൂടിയ പന്തളം രാജകുമാരന്റെ തിടമ്പ് കയ്യിൽ എഴുന്നള്ളിപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്ക് വന്നത്. സത്യത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാളികപ്പുറത്തമ്മയുടെ കഥയുണ്ട്. പ്രണയാർദ്രയായി അയ്യപ്പനെ കാത്തിരിക്കുന്ന മാളികപ്പുറത്തമ്മ വളരെ സന്തോഷത്തോടു കൂടി കൊടികൂറകളും വാദ്യമേളങ്ങളുമായി ആനപ്പുറത്ത് എഴുന്നള്ളി ഈ പറയപ്പെടുന്ന ശരംകുത്തിയിലേക്ക് എത്തി, കന്യയ്യപ്പന്മാർ വന്നു കണ്ടു എന്ന സങ്കടത്തിൽ മടങ്ങിപ്പോകുന്ന ഒരു മാളികപ്പുറത്തമ്മ. ഇതിന്റെ യഥാർത്ഥ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമലയിലെ ഉത്സവങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഭൂതഗണങ്ങളെ മുഴുവൻ ഭഗവാൻ മറ്റ് ദിക്കുകളിലേക്ക് മാറ്റി നിർത്തുമെന്നും, ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് ഉത്സവാടിയന്തരങ്ങൾക്കെല്ലാം ശേഷം അവസാനത്തെ ഘോഷയാത്രയായി ഈ പറയപ്പെടുന്ന ഘോഷയാത്രയായ അയ്യപ്പൻ ഈ പറയപ്പെടുന്ന ശരംകുത്തിയിലേക്ക് എത്തി അവിടെ ഉത്സവങ്ങളെല്ലാം അവസാനിപ്പിച്ച് വാദ്യമേളങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഭൂതഗണങ്ങളുമായി എല്ലാവരെയും യാത്രയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരികളായ ഭൂതഗണങ്ങളുമായി മടങ്ങി സന്നിധാനത്തേക്ക് പോകും. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ചടങ്ങ്. ഈ ആചാരം പോലും അറിയാതെ, ഈ വിശ്വാസം പോലും അറിയാതെ, ഈ കഥ പോലും അറിയാതെ മറ്റെന്തൊക്കെയോ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കൃത്യമായ ആചാരലംഘനം നടത്തിയ ആളാണ് കണ്ഠരര് രാജീവര്. ആ ആചാരലംഘനങ്ങളുടെ ഫലമാണ് ഇന്ന് ജയിലഴിക്കുള്ളിൽ അദ്ദേഹം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഇന്റർവ്യൂ അബാക് മീഡിയയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ കാണുക. താങ്ക് യു.